അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സുബ്ഹാനല്ലാഹി ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. ഏറെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, എജു തൻസീൽ തിയോളജിക്കൽ ഈ സ്കൂൾ ഇഹ്സാൻ ഗ്യാങ് ക്വിസ് സീസൺ 2 നമ്മളെല്ലാവരും ഉള്ളത്. അതിൻ്റെ പുതിയ ഒരു എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചില സൂറത്തുകളെ പ്രാധാന്യങ്ങളെക്കുറിച്ചാണ്. നമ്മളെല്ലാവരും പരിശുദ്ധമായ റമളാനിൻ്റെ പകലിൽ നോമ്പ് നോറ്റും രാത്രികളിൽ നിന്ന് നിസ്കരിച്ചുമെല്ലാം ഈ മാസത്തെ ധന്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധമായ റമളാനിൻ്റെ പ്രത്യേകതയിൽ ഒന്ന്, വിശുദ്ധമായ ഖുർആൻ അവതീർണമായത് ഈ റമളാൻ മാസത്തിലാണ്. നാം ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 4 സൂറത്തുകളെ കുറിച്ചാണ്. അതിലൊന്ന് ഇഖ്ലാസ് ആണ്. ഖുൽ ഹു അല്ലാഹു അഹദ്, നമുക്കെല്ലാവർക്കും മനഃപ്പാഠമായിട്ടുള്ള സൂറത്താണ്. മറ്റൊന്ന് സൂറത്തുൽ മുൽക്ക്, തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് എന്ന് പറയുന്ന ആ സൂറത്ത്. മറ്റൊന്ന് യാസീൻ ആണ്. പിന്നെ സൂറത്തുൽ നൂറാണ്. നമുക്ക് ആദ്യം സൂറത്തുൽ ഇഖ്ലാസിനെ കുറിച്ച് ചർച്ച ചെയ്യാം. ഖുൽ ഹു അല്ലാഹു അഹദ് അല്ലാഹു സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. വളരെ ചെറിയ സൂറത്താണ്. വെറും 4 ആയത്ത് മാത്രമുള്ള ഈ സൂറത്താണ് സുലുസുൽ ഖുർആൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ സൂറത്തിന്റെ മറ്റു പേരുകൾപ്പെട്ടതാണ് അത്തഫ്രീദ്, അത്തജ്രീദ്, അത്തൗഹീദ്, അൽ വിലായ എന്നിവയെല്ലാം. ഈ സൂറത്തിന് നിരവധി പ്രത്യേകതകളുണ്ട്. അതിലൊന്ന്, നമ്മളെ ദാരിദ്ര്യത്തിൽ നിന്നും രക്ഷിക്കാൻ ഈ സൂറത്തിന് കഴിയുമെന്നുള്ളതാണ്. ഒരാൾ വീട്ടിലേക്ക് കയറുമ്പോൾ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ അവൻ്റെ വീട്ടിലും അവൻ്റെ അയൽവാസിയായിട്ടുള്ളവൻ്റെ വീട്ടിലും പട്ടിണി ഉണ്ടാകില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ദിവസം 200 തവണ ഒരാൾ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ അവൻ്റെ 50 വർഷത്തെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെട്ട് നൽകുമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, 10 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ അവൻക്ക് സ്വർഗത്തിൽ ഒരു വീട് വെച്ച് നൽകുമെന്നും ഹദീസിൽ കാണാൻ കഴിയും. ഈ ഹദീസിന്റെ സ്വഹത്തിൽ അഥവാ അതിൽ ലഫ്ദമായിട്ട് അഥവാ വാചികമായിട്ട് ഉള്ളതിൽ എതിരഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും ഖിലാഫ് ഉണ്ടെങ്കിലും അതിന്റെ ഫളില് പ്രത്യേകത അഥവാ 10 തവണ ഓതിയാൽ സ്വർഗത്തിൽ വീട് ലഭിക്കുമെന്നുള്ളത് ആ ഫളില് സാബിത്തായിട്ടുള്ളതാണെന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ ചെറുപ്പകാലം തൊട്ടേ നമ്മുടെ ഉമ്മമാര് നമ്മൾ കിടന്നുറങ്ങുമ്പോൾ സൂറത്തുൽ ഇഖ്ലാസ് ഓതാൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഉറങ്ങുന്ന സമയത്ത് സൂറത്തുൽ ഇഖ്ലാസ് ഓതുന്നതും പ്രത്യേകം സുന്നത്തുള്ള കാര്യമാണ്. അതുപോലെ തന്നെ രാവിലെയും വൈകിട്ടും 3 തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്താൽ എല്ലാ ഷെറിൽ നിന്നും അത് സംരക്ഷണം നൽകുമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. എന്താണ് സൂറത്തുൽ ഇഖ്ലാസിന്റെ പ്രത്യേകത? നമ്മൾ ആദ്യം പറഞ്ഞു, അത് സുലുസുൽ ഖുർആനാണ്. ഖുർആനിന്റെ 1/3 ഒരു ഭാഗമാണ്. 6666ഓളം ആയത്തുകളുള്ള പരിശുദ്ധമായ ഖുർആനിൽ വെറും 4 ആയത്ത് എങ്ങനെയാണ് അതിന്റെ 1/3 ഭാഗമാകുന്നത് എന്നുള്ള ചർച്ച നമ്മുടെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമായിരിക്കും. അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, ഖുർആനിൽ പ്രധാനമായിട്ടും 3 കാര്യങ്ങളെ കുറിച്ചാണ് പരാമർശിക്കുന്നത്. അതിലൊന്ന് അഹ്കാമുകളാണ്. അഹ്കാം എന്ന് പറഞ്ഞാൽ വിധിവിലക്കുകളാണ്. എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം ചെയ്യരുത് പോലുള്ള കാര്യങ്ങളെല്ലാമാണ് അഹ്കാമായിട്ടുള്ള കാര്യങ്ങൾ ഖുർആനിൽ പരാമർശിക്കുന്നത്. മറ്റൊന്ന് അഖ്ബാറുകളാണ്, കുറേ ചരിത്രങ്ങളാണ്. മഹാനായ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെയും മഹാനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെയും കഴിഞ്ഞുപോയ പ്രവാചകന്മാരുടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് നിന്നുള്ള ചില സംഭവങ്ങളും എല്ലാം ഉദ്ധരിക്കുന്ന ചില ഭാഗങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയും, ഖുർആനിൽ ദർശിക്കാൻ സാധിക്കും. മറ്റൊരു ഭാഗം ഖുർആൻ ചർച്ച ചെയ്യുന്നത് അത് അത്തൗഹീദ്, തൗഹീദാണ്. ഏക ഇലാഹിലുള്ള വിശ്വാസമാണ്. തൗഹീദ് എന്ന് പറയുമ്പോൾ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ മറ്റു മതങ്ങളിൽ നിന്നും വേറിട്ട് നിർത്തുന്നത് അതിന്റെ തൗഹീദാണ്. മോണോതെയിസം എന്ന് പറയും. മറ്റു മതങ്ങൾക്കൊന്നും അവകാശപ്പെടാൻ ഇല്ലാത്ത വിധം സുദൃഢമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ തൗഹീദ് സങ്കല്പം. എന്താണ് തൗഹീദ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നുള്ളതാണ് നമ്മുടെ കലിമത്തു തൗഹീദ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ, ഒരു ദൈവവുമില്ല, ഒരു ഇലാഹുമില്ല. ദൈവം ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതകളെയും നിരാകരിച്ചുകൊണ്ട് നെഗേറ്റ് ചെയ്തുകൊണ്ട് പിന്നെ പറയുന്നു ഇല്ലല്ലാഹ്, ഒരു ദൈവം മാത്രമേ ഉള്ളൂ. അതാണ് ഖുൽ ഹുവല്ലാഹു അഹദ്. അവിടെ റിജക്റ്റ് ചെയ്യുന്ന, അവിടെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്ത് കളയുന്ന, അല്ലെങ്കിൽ അവിടെ നമ്മൾ റദ്ദ് ചെയ്ത് കളയുന്ന ഒരു വിശ്വാസമാണ് നിരീശ്വരവാദം എന്നുള്ളത്. ഖുൽ ഹുവല്ലാഹു അഹദ്. എന്താ നിരീശ്വരവാദം? ദൈവമില്ല എന്ന് വിശ്വസിക്കലാണ്. പറയൂ നബിയെ, ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു ഏകനാണ്. ഒരു നബി, ഒരു പടച്ചവനുണ്ടെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദഅവത്ത് നടത്തുകയാണ്. എങ്ങനെയുള്ള അല്ലാഹു? അല്ലാഹു സ്വമദ്, അവൻ എന്താണ്? സ്വമദാണ്. പരിശുദ്ധമായ ഖുർആൻ ഉടനീളം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിരവധിയായിട്ടുള്ള വിശേഷണങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും അസ്വമദ് എന്ന വിശേഷണം
പരിശുദ്ധമായ ഖുർആനിൽ ഒറ്റ തവണയേ വന്നിട്ടുള്ളൂ. അത് സൂറത്തുൽ ഇഖ്ലാസിലാണ്. എന്താണ് സ്വമദ് എന്ന വാക്കിന്റെ അർത്ഥം? എല്ലാവർക്കും അള്ളാഹു ആശ്രിതനാണ്, എന്നാൽ അള്ളാഹു ഒരാളെയും ആശ്രയിക്കുന്നില്ല. കേവലം ഒരു വാക്ക് ദൈവവിശ്വാസത്തിന്റെ അടിസ്ഥാനമായിട്ട് ആധുനിക കാലത്ത് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വാക്കാണ് അസ്വമദ്, അഥവാ പടച്ചോൻ ആരുണ്ടാക്കി എന്നുള്ള ചോദ്യം നിരീശ്വരവാദികളായ ആളുകളെല്ലാം ചോദിക്കാറുണ്ട്. പടച്ചോനെ ആരുണ്ടാക്കി? ആരാലും സൃഷ്ടിക്കപ്പെടാൻ പാടില്ലാത്ത ഒരു എൻറ്റിറ്റി, ഒരു അസ്തിത്വം ഉണ്ടാവണം എന്നുള്ളതാണ് ലോജിക്, ഫിലോസഫി നമ്മളെ പഠിപ്പിക്കുന്നത്. ഇൻഫിനിറ്റ് റിഗ്രഷൻ എന്ന് പറയാറുണ്ട് ഫിലോസഫിക്കലി. എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും നടക്കണമെന്നുണ്ടെങ്കിൽ അതിനൊരു തുടക്കക്കാരൻ വേണം. ആ തുടക്കക്കാരൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ലോകത്ത് എന്ത് കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഉദാഹരണം, എൻ്റെ കയ്യിൽ 100 രൂപയുണ്ടെന്ന് വിചാരിക്കാം. എനിക്കത് എവിടെ നിന്ന് കിട്ടി? വേറൊരാളിൽ നിന്നും കിട്ടി. അത് ബി എന്ന വ്യക്തിയിൽ നിന്നാണ് എനിക്ക് ലഭിച്ചത്. അയാൾക്ക് എവിടെ നിന്നാണ് ലഭിച്ചത്? സി എന്ന വ്യക്തിയിൽ നിന്ന്, അത് ഡി എന്ന വ്യക്തിയിൽ നിന്ന്. അങ്ങനെ അനന്തമായി അങ്ങേ തലക്കിലേക്കാണ് പോകുന്നതെങ്കിൽ, ഒരു ഭാഗത്ത് എൻഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പൈസ എൻ്റെ കയ്യിൽ കിട്ടില്ല എന്നാണ് നമ്മുടെ ലോജിക്, ഒരു മനുഷ്യന്റെ ബുദ്ധി പറയുന്നത്. അങ്ങനെ നമ്മളെല്ലാവരും ഒരാളാൽ ഉണ്ടാക്കപ്പെട്ടതാണ്. ഇത് എവിടെ പോയി അവസാനിക്കണം? ഒരാളും ഉണ്ടാക്കാത്ത, ഒരാളാലും ഉണ്ടാക്കപ്പെടാത്ത, എല്ലാ കാലത്തുമുള്ള അള്ളാഹു എന്ന് പറയുന്ന ഒരു ശക്തിയിൽ പോയി അവസാനിക്കണം. ലം യലിദ് വലം യൂലദ്. ഇവിടെ നമ്മൾ റദ്ദ് ചെയ്യുന്ന ചില വിശ്വാസങ്ങളുണ്ട്. ഏതാണ്? ലം യലിദ് വലം യൂലദ്. അള്ളാഹു ആരെയും പ്രസവിച്ചിട്ടില്ല, അള്ളാഹുവിനെ ആരും പ്രസവിച്ചിട്ടുമില്ല. അള്ളാഹു ആരെയും പ്രസവിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ദൈവപുത്രന്മാരൊന്നും ഈ ലോകത്തുണ്ടാവാൻ സാധ്യതയില്ല, ഉണ്ടാകില്ല. അള്ളാഹുവിനെ ആരെങ്കിലും പ്രസവിച്ചതാണോ? അല്ല. എന്തുകൊണ്ട് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം ദൈവമാകില്ല എന്ന ചോദ്യത്തിന് ഉത്തരം ഇതിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. എന്തുകൊണ്ട് മഹാനായ മൂസാ നബി അലൈഹിസ്സലാം, യഹൂദന്മാർ വിശ്വസിക്കുന്ന മൂസാ നബി അലൈഹിസ്സലാം ദൈവമാകില്ല എന്നതിന് നമ്മൾ ഉത്തരം ലം യലിദ് വലം യൂലദ് എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അവനെ പോലെ ഒരു മനുഷ്യനുമില്ല, ഒന്നുമില്ല. മനുഷ്യനെന്നല്ല, ഒരു വസ്തുവും അള്ളാഹിനെ പോലെയില്ല. നമ്മൾ ഇന്ന് മനുഷ്യന്മാരെ ആൾ ദൈവങ്ങളെ കാണുന്നുണ്ടെങ്കിൽ അവനെ പോലെ കുറെ ആളുകളുണ്ടല്ലോ. ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിനെ പോലെ ഒരു മനുഷ്യനും ഒരു വസ്തുവും ഈ ലോകത്തില്ല. അള്ളാഹുവിന് സമാനമായിട്ടുള്ള ഒന്നും ഈ ലോകത്തില്ല എന്ന വിഖ്യാതമായിട്ടുള്ള ആശയം നൽകുന്ന സൂറത്താണ് സൂറത്തുൽ ഇഖ്ലാസ്. അതാണ് തൗഹീദ് എന്ന് പറയുന്നത്. അടുത്തതായി നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സൂറത്തുൽ മുൽക്കിനെ കുറിച്ചും സൂറത്തു യാസീനെ കുറിച്ചുമുള്ള പ്രത്യേകതകളാണ്. നമുക്കെല്ലാവർക്കും മനസ്സിൽ കാണാപ്പാടമായിട്ട് അറിയുന്ന 2 സൂറത്തുകളായിരിക്കണം സൂറത്തുൽ മുൽക്കും സൂറത്തു യാസീനും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 2 സൂറത്തുകൾ ഓതാതെ രാത്രി ഉറങ്ങാറില്ലായിരുന്നു എന്ന് നമുക്ക് ഹദീസിൽ കാണാൻ കഴിയും. അതിലൊന്ന് സൂറത്ത് മുൽക്കാണ്, മറ്റൊന്ന് സജദയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്യധികം ആഗ്രഹിച്ചിരുന്ന, ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കാര്യമുണ്ട്. ഒരു സൂറത്തിനെ കുറിച്ച് പറയുന്നു, ഈ സൂറത്ത് എല്ലാ മുഅ്മിനുകളുടെയും ഹൃദയത്തിൽ ഹൃദയസ്ഥമായിരുന്നെങ്കിലെന്ന് ഞാൻ ഇഷ്ടപ്പെട്ടു പോകുന്നു, ആഗ്രഹിച്ചു പോകുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്ന് സൂറത്തുൽ മുൽക്കാണ്, മറ്റൊന്ന് സൂറത്തു യാസീനാണ്. സൂറത്തുൽ മുൽക്കിന്റെ പ്രത്യേകത നമുക്ക് ഖബറിൽ അത് ശുപാർശകയായിട്ട് വരുമെന്നുള്ളതാണ്. സൂറത്തുൽ മുൽക്കിന് മറ്റു പല പേരുകളുമുണ്ട്. അതിൽപ്പെട്ടതാണ് അൽ മാനിഅ, അൽ മുൻജിയ എന്നുള്ളതെല്ലാം. അൽ മാനിഅ എന്ന് പറഞ്ഞാൽ ഖബറിലെ ശിക്ഷയിൽ നിന്നും നമുക്ക് രക്ഷ നൽകുന്ന, ആ ശിക്ഷകളെല്ലാം തട്ടിക്കളയുന്ന മാനിഅയാണ് പരിശുദ്ധമായിട്ടുള്ള സൂറത്തുൽ മുൽക്ക് എന്ന് അതിന് പേര് വെക്കാൻ കാരണം. മറ്റൊന്ന് അൽ മുൻജിയ, ഖബറിൽ നമുക്ക് രക്ഷകനായിട്ട് വരുന്ന സൂറത്തുമാണ് സൂറത്തുൽ മുൽക്ക്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്കറിയാമല്ലോ. ഖബർ കണ്ട് കരഞ്ഞ് കണ്ണിലിന്റെ ഈ 2 ഭാഗത്തും ചാലിട്ടൊഴുകിയിരുന്നു എന്ന് നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് മഹാനായിട്ടുള്ള ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ അത്രമേൽ സങ്കടപ്പെടുത്തിയത്? സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 ആളുകൾ പ്രമുഖനായിട്ടുള്ള ഇസ്ലാമിക ഖിലാഫത്തിന്റെ 3ാമത്തെ ഖലീഫയായിട്ടുള്ള ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പോലും ഖബർ കണ്ട് കരഞ്ഞു പോയിട്ടുണ്ട്. എന്തേ കാരണമെന്ന് ചോദിച്ചപ്പോൾ ആഖിറത്തിലേക്കുള്ള ആദ്യത്തെ വീടാണ് ഖബർ. ആ വീട്ടിൽ രക്ഷപ്പെട്ടാൽ നമ്മൾ രക്ഷപ്പെട്ടു. ആ വീട്ടിലെങ്ങാൻ നമ്മൾ പരാജയപ്പെട്ടു പോയാൽ നമ്മുടെ ആഖിറവും പരാജയപ്പെട്ടു പോകുമെന്ന ഭീതിയിൽ കരഞ്ഞ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നാം ഓർക്കേണ്ടതുണ്ട്. ഖബറിൽ നമുക്ക് ഷഫാഅത്തായിട്ട് വരുന്നത് പരിശുദ്ധമായ ഖുർആനാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സൂറത്തുൽ മുൽക്ക് എന്ന് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് ഒരു യാത്ര കഴിഞ്ഞ് വരുന്ന സന്ദർഭത്തിൽ ഒരു സ്വഹാബി വര്യൻ ഒരു ഖബറാണെന്നറിയാതെ അതിന്റെ മുകളിൽ ടെന്റ് കെട്ടി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തന്റെ അനുയായികളും മറ്റു പലയിടത്തും ടെന്റ് കെട്ടി. അങ്ങനെ ഒരിക്കൽ രാത്രിയായപ്പോ ആ ഖബറിന്റെ അകത്ത് നിന്നും സൂറത്തുൽ മുൽക്കിന്റെ പാരായണം കേട്ട് ആ സ്വഹാബി അത്ഭുതപ്പെട്ടു പോയി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പോയി പറഞ്ഞു,
ആ സമയത്ത് പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ സൂറത്ത് മുൽക്ക് പാരായണം ചെയ്യണം, കാരണം അത് നിങ്ങൾക്ക് ഖബറിൽ രക്ഷകനായി വരുമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരു സൂറത്ത് എന്ന് പറയുന്നത് സൂറത്തു യാസീൻ ആണ്. നേരത്തെ പറഞ്ഞു എല്ലാ മുഅ്മിനിന്റെയും മനസ്സിൽ ഹിഫ്ളായിട്ടുണ്ടാകണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആഗ്രഹിച്ചു പോയ രണ്ട് സൂറത്തിലൊന്ന് സൂറത്തുൽ മുൽക്കാണ്, മറ്റൊന്ന് സൂറത്തു യാസീൻ ആണ്. ഈ സൂറത്തു യാസീൻ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഖൽബുൽ ഖുർആൻ, ഖുർആന്റെ ഹൃദയം എന്ന പേരിലാണ് പരിശുദ്ധമായ സൂറത്തു യാസീൻ അറിയപ്പെടുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂറത്തു യാസീന്റെ വിശേഷങ്ങൾ, അതിന്റെ പ്രത്യേകതകൾ പലതവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നാണ്, ഒരാൾ രാത്രിയിൽ സൂറത്തു യാസീൻ പാരായണം ചെയ്താൽ അവന്റെ പാപങ്ങളെല്ലാം പൊരുത്തപ്പെട്ടവനായ നിലയിലായിരിക്കും അവൻ പ്രഭാതത്തിൽ ഉണരുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മരിച്ചു കിടക്കുന്നവന്റെയും അതുപോലെ മരണം ആസന്നമായവന്റെയും അടുക്കൽ പാരായണം ചെയ്യാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു തന്ന സൂറത്തു യാസീൻ ആണ്. എന്തുകൊണ്ടാണ് മരണം ആസന്നമായവന്റെ അടുക്കൽ സൂറത്തു യാസീൻ പാരായണം ചെയ്യാൻ പറഞ്ഞത്? അത് അവന്റെ സക്കറാത്തിന്റെ വേദന കുറക്കുകയും അവന്റെ റൂഹ് പോകുന്നത് കുറച്ചും കൂടെ എളുപ്പമാക്കി കൊടുക്കുമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അതേപോലെ മറ്റു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മുടെ പ്രയാസങ്ങളുടെ ഘട്ടങ്ങളിൽ ഒരാൾ സൂറത്തു യാസീൻ പാരായണം ചെയ്താൽ അത് അവൻക്ക് എളുപ്പമാക്കി കൊടുക്കും, കാര്യങ്ങളെല്ലാം എളുപ്പമാക്കി കൊടുക്കുമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അടുത്തതായി നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് സൂറത്തു നൂറിനെ കുറിച്ചാണ്. കുറച്ച് വ്യക്തമായിട്ട് നമ്മൾ ഇതിനെ ചർച്ച ചെയ്യേണ്ടതുണ്ട്. കാരണം മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഖിലാഫത്തിലേറിയ ശേഷം ഖലീഫയായിരിക്കുന്ന സന്ദർഭത്തിൽ കൂഫയിലെ ഗവർണർക്ക് ഒരു കത്ത് എഴുതി അയക്കുന്നുണ്ട്. അതിൽ പറയുന്നത്, അല്ലിമൂ നിസാഅക്കും സൂറത്തുൻ നൂർ, നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകളെ സൂറത്തുൻ നൂർ പഠിപ്പിക്കണം എന്നുള്ളതാണ്. എന്തുകൊണ്ടായിരിക്കും? സ്ത്രീകളുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ അത് പരാമർശിക്കുന്നുണ്ട്. അതിന് പുറമെ വളരെ മൈന്യൂട്ടായിട്ടുള്ള സോഷ്യൽ ജസ്റ്റിസ് അല്ലെങ്കിൽ സോഷ്യലായിട്ട് നമ്മൾ ഇടപെടേണ്ട കാര്യങ്ങൾ, സോഷ്യലായിട്ട് നമ്മൾ ആളുകളുമായിട്ട് ഇടപെടുമ്പോൾ ശ്രദ്ധിക്കേണ്ട മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും പരിശുദ്ധമായിട്ടുള്ള സൂറത്ത് നൂറിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഒരു മാന്യതയെ നമുക്ക് പഠിപ്പിക്കുന്നുണ്ട് സൂറത്ത് നൂറിൽ. അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ്, ഒരാളുടെ വീട്ടിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ അവനോട് അനുവാദം ചോദിക്കണമെന്ന് വരെ പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അത് സൂറത്ത് നൂറിലാണ്. മറ്റൊരു കാര്യം യാ അയ്യുഹല്ലദീന ആമനു ലിയസ്തഅദിനകുമുൽ ലദീന മലക്കത് അയ്മാനുകും വല്ലദീന ലം യബ്ലുഉൽ ഹുലുമ മിൻകും സലാസ മർറാത്ത്. ഒരു ഭാര്യയും ഭർത്താവും ഒരു ഉമ്മയും ഉപ്പയും കിടക്കുന്ന റൂമിലേക്ക് ഒരു കുട്ടി, ആ കുട്ടി പ്രായപൂർത്തിയാകാത്ത കുട്ടിയാകട്ടെ, ആ കുട്ടി കയറി വരുമ്പോൾ പോലും സമ്മതം ചോദിച്ചിട്ട് വേണം കയറി വരാൻ എന്ന് പറയുന്ന 3 സന്ദർഭങ്ങളുണ്ട്. ആ 3 സന്ദർഭങ്ങളെ കുറിച്ച് പരിശുദ്ധമായിട്ടുള്ള സൂറത്ത് നൂർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അഥവാ പ്രായപൂർത്തിയാവാത്ത കുട്ടിയായിരിക്കും, വേറെ റൂമിലായിരിക്കും കിടക്കുന്നുണ്ടാവുക. ആ കുട്ടി ഉമ്മയുടെയും ഉപ്പയുടെയും റൂമിലേക്ക് കയറി വരുമ്പോൾ വാതിൽ മുട്ടി അനുവാദം ചോദിച്ചിട്ട് വേണം കയറി വരാൻ. ആ ഒരു സംസ്കാരം നമ്മൾ നമ്മളെ മക്കളെ പഠിപ്പിക്കേണ്ടതുണ്ട്. ഏതാണ് ആ 3 ഘട്ടം എന്നറിയുമോ? ഒന്ന്, സുബഹിന്റെ മുമ്പുള്ള സമയമാണ്. ഒരു പക്ഷെ നമ്മുടെ സ്വകാര്യ നിമിഷങ്ങളെല്ലാം നടക്കുന്ന സന്ദർഭമായിരിക്കും. സുബഹിയുടെ മുമ്പുള്ള സന്ദർഭത്തിൽ ഒരു കുട്ടി റൂമിലേക്ക് കയറി വരികയാണ്. ആ കുട്ടി പ്രായപൂർത്തിയാവാത്ത കുട്ടിയാണെങ്കിലും ശരി, സമ്മതം ചോദിച്ചിട്ടേ അകത്തേക്ക് കയറാൻ പാടുള്ളൂ. മറ്റൊരു സന്ദർഭം എന്ന് പറയുന്നത് ഉച്ച സമയത്ത്, ളുഹ്റിന്റെ സമയത്ത് നാം ഒന്ന് ആശ്വാസം കൊള്ളാൻ വേണ്ടിയിട്ട് ഒരു പക്ഷെ നമ്മൾ വസ്ത്രങ്ങളെല്ലാം മാറ്റി കാറ്റ് കൊള്ളുന്ന സന്ദർഭം ഉണ്ടാകുമല്ലോ. ആ സമയത്തും പ്രായപൂർത്തിയാവാത്ത കുട്ടിയാണെങ്കിലും ഒരു റൂമിലേക്ക് കയറി വരുമ്പോൾ സമ്മതം ചോദിച്ചിട്ടേ കയറി വരാകൂ. പിന്നെ പറയുന്നത് വമിൻ ബഅദി സ്വലാത്തിൽ ഇശാഇ, ഇശാ നിസ്കാര ശേഷവും ഒരു കുട്ടി റൂമിലേക്ക് കയറി വരുമ്പോൾ സമ്മതം ചോദിച്ചിട്ടേ കയറി വരാവൂ എന്നുള്ള വളരെ മാന്യമായിട്ടുള്ള ഒരു മനുഷ്യനെ നല്ലൊരു മനുഷ്യനാക്കി മാറ്റുന്ന അധ്യാപനങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നത് സൂറത്ത് നൂറിലാണ്. അതുകൊണ്ട് തന്നെയാകണം അല്ലിമൂ നിസാഅക്കും സൂറത്ത് നൂർ എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു കൂഫയിലെ ഗവർണർക്ക് കത്തയച്ചത്. ഈ സൂറത്ത് നൂറിന് എങ്ങനെയാണ് ഈ പേര് ലഭിച്ചതെന്ന് അറിയുമോ? അല്ലാഹു നൂറുസ് സമാവാതി വൽ അർള്, വിഖ്യാതമായിട്ടുള്ള സൂക്തം, വിഖ്യാതമായിട്ടുള്ള ആയത്ത് അത് ഉൾക്കൊള്ളുന്നത് സൂറത്ത് നൂറിലാണ്. ആ ആയത്തിനെ തുടർന്നിട്ടാണ് സൂറത്ത് നൂറിന് നൂർ എന്ന് പേര് കിട്ടിയതെന്നും പണ്ഡിതന്മാർ പറഞ്ഞു വെക്കുന്നു. എന്താണ് അല്ലാഹു നൂറുസ് സമാവാതി വൽ അർള് എന്നതിന്റെ അർത്ഥം? അല്ലാഹുവാണ് ആകാശഭൂമികളുടെ പ്രകാശം എന്ന് പറയുന്നു. വ്യത്യസ്തങ്ങളായ വ്യാഖ്യാനങ്ങൾ നൽകുന്നുണ്ട്. വഴി പിഴച്ചു പോയ മനുഷ്യന് വഴി കാണിക്കുന്നത് അള്ളാഹുവിന്റെ നൂറാണ്. വേറൊരു വ്യാഖ്യാനം പറയുന്നത് സമാവാത്തും അർളും, ആകാശവും ഭൂമിയും ദുനിയാവും ആഖിറവും ഒരാൾക്ക് പ്രകാശപൂരിതമാകണമെന്നുണ്ടെങ്കിൽ അവൻ പിൻപറ്റേണ്ടത് അള്ളാഹുവിന്റെ നൂറാകുന്ന ഹിക്കുമകളെയാണ്, ആ വിധിവിലക്കുകളെയാണെന്നും ഈ സൂക്തത്തെ കുറിച്ച് പണ്ഡിതന്മാർ പറഞ്ഞു വെക്കുന്നു. മഹാനായ ഷഅറാബി റഹിമഹുമുല്ലാ പറയുന്നു, ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ നന്മയും ഒരു പ്രകാശപൂരിതമായി പ്രകാശ കണക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് സൂറത്ത് നൂർ എന്നും നമുക്ക് മനസ്സിലാകും.
ചാരിത്രത്തെക്കുറിച്ച്, മനുഷ്യന്റെ അഭിമാനത്തെക്കുറിച്ച് വളരെയേറെ പ്രാധാന്യത്തോടു കൂടെ നിഷ്കർഷിക്കുന്ന സൂറത്ത് കൂടെയാണ് സൂറത്ത് നൂർ. എന്താണ് ഒരു മനുഷ്യന്റെ അഭിമാനത്തിന്റെ വില? പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ 5 കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഹുക്കുമുകളെല്ലാം ഉണ്ടായിട്ടുള്ളത്. ഈ 5 കാര്യങ്ങളെ സംരക്ഷിക്കാനുള്ള, എല്ലാ നിലക്കും സംരക്ഷിക്കാനുള്ള നിലപാട് പരിശുദ്ധമായ ശരീഅത്ത് കൈക്കൊണ്ടിട്ടുണ്ട്. ആ 5 കാര്യങ്ങളെ ദറൂറാത്തുൽ ഖംസ, 5 അനിവാര്യമായി സംരക്ഷിക്കപ്പെടേണ്ട കാര്യങ്ങൾ എന്ന പേരിൽ പരിശുദ്ധമായിട്ടുള്ള ഫിഖ്ഹിൽ നമുക്ക് പഠിക്കാൻ പറ്റും. അതിന്റെ ഉസൂലുകൾ നമുക്ക് പഠിക്കാൻ പറ്റും. ഏതൊക്കെയാണ് 5 കാര്യങ്ങൾ? അതിലൊന്ന് ദീനാണ്. ദീനിനെ സംരക്ഷിക്കാനാണ് നമ്മുടെ ശരീഅത്ത് വന്നിട്ടുള്ളത്. എന്താണ് ദീനിനെ സംരക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്നത്? ശിർക്ക് ഹറാമാക്കി, നിസ്കാരം ഫർളാക്കി. മറ്റൊന്നാണ് സമ്പത്ത് എന്ന് പറയുന്നത്. സമ്പത്തിനെ സംരക്ഷിക്കാൻ ദീന് കുറെ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. മോഷണം പാടില്ല, അന്യന്റെ ധനം അപഹരിക്കരുതെന്ന് പഠിപ്പിച്ചു തന്നു. അതോടൊപ്പം തന്നെ കച്ചവടം പോലെയുള്ള നമുക്ക് ധനം സമാഹരിക്കാനുള്ള വഴികളെ നമുക്ക് ഹലാലാക്കി തന്നു. മറ്റൊന്നാണ് ശരീരം. നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധമായ ശരീഅത്ത് വന്നിട്ടുള്ളത്. നമ്മൾ പല കാര്യങ്ങളും കാണുമ്പോൾ എന്തിനാണ് ഈ ശരീഅത്ത് ഇങ്ങനെ കൊണ്ടുവന്നതെന്ന് ചോദിക്കുമ്പോൾ നാം മനസ്സിലാക്കണം, ഇസ്ലാമിന്റെ ശരീഅത്ത് കൊണ്ടുവന്ന 5 കാര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതിലൊന്ന് ദീനാണ്, മറ്റൊന്ന് സമ്പത്താണ്, മറ്റൊന്ന് ശരീരമാണ്. ശരീരത്തെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഒരു മനുഷ്യന്റെ ശരീരത്തെ ഹക്കല്ലാതെ കൊല്ലരുതേ എന്ന് പരിശുദ്ധമായ ദീൻ ഇസ്ലാം പഠിപ്പിക്കുന്നത്. മറ്റൊന്ന് ബുദ്ധിയാണ്. എന്തിനാണ് കള്ള് ഹറാമാക്കിയത്? എന്തിനാണ് മനുഷ്യന് മത്തുപിടിപ്പിക്കുന്ന കാര്യങ്ങൾ ഹറാമാക്കിയത്? അത് അവന്റെ ബുദ്ധിയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെയുള്ള കാര്യം മനുഷ്യന്റെ അഭിമാനമാണ്. മനുഷ്യന്റെ അഭിമാനമാണ്. ആ അഭിമാനം വളരെയേറെ പ്രാധാന്യത്തോടു കൂടിയാണ് പരിശുദ്ധമായി ഇസ്ലാം കാണുന്നത്. ആ അഭിമാനത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വ്യഭിചാരാരോപണങ്ങൾ നടത്തരുത് എന്നത് പരിശുദ്ധമായ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് തറവാടുകളെ സംരക്ഷിക്കേണ്ടി വരും. അതിന്റെ ഭാഗമായിട്ടാണ് ഈ അഭിമാനത്തെ സംരക്ഷിക്കുന്നതിന്റെയും അതുപോലെ തന്നെ പരമ്പരകളെ സംരക്ഷിക്കുന്നതിന്റെയും ഭാഗമായിട്ടാണ് സിന പോലെയുള്ള, വ്യഭിചാരം പോലെയുള്ള കാര്യങ്ങളെല്ലാം ഹറാമാക്കിയിട്ടുള്ളത്. അതിൽ അഭിമാനത്തെ വളരെയേറെ പ്രാധാന്യത്തോടു കൂടെ കാണുന്ന ഒരു സൂറത്താണ് സൂറത്ത് നൂർ എന്നുള്ളത്. സൂറത്ത് നൂറിലെ 30-ാമത്തെയും 31-ാമത്തെയും ആയത്തിനെയാണ് നാം പ്രധാനമായും അവലംബിക്കുന്നത്. സൂറത്ത് നൂറിലെ 30-ാമത്തെ ആയത്ത് പറയുന്നത്, ഖുല്ലിൽ മുഅ്മിനീന യഉല്ലൂ മിൻ അബ്സാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും ദാലിക അസ്കാ ലഹും ഇന്നല്ലാഹ ഖബീറുൻ ബിമാ യസ്നഊൻ എന്നുള്ളതാണ്. അഥവാ മുഅ്മിനീങ്ങളായ ആണുങ്ങളോട് പറയാം. എന്തുകൊണ്ട് അവിടെ ആണുങ്ങൾ എന്ന് അർത്ഥം വെച്ച് ചോദിച്ചാൽ ശേഷം പെണ്ണുങ്ങളെ പറ്റി പറയുന്നുണ്ട്. യഉല്ലൂ മിൻ അബ്സാരിഹിം, അവരുടെ കണ്ണുകൾ ചുമ്മട്ടെ. ഹിജാബിന്റെ ആയത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ സ്ത്രീ അവളുടെ ശരീരം മറക്കണമെന്ന് പറയുന്നതിന് തൊട്ട് മുമ്പുള്ള ആയത്തിൽ പറയുന്നത് പുരുഷന്മാർക്കുള്ള ഹിജാബിനെ കുറിച്ചാണ്. എന്താ പുരുഷന്മാരുടെ ഹിജാബ്? അവരുടെ കണ്ണുകളെ ചുമ്മൽ അവർക്ക് നിർബന്ധമാണ്. സ്ത്രീകൾ അവരുടെ ശരീരം മറക്കുന്നത് പോലെ തന്നെ പുരുഷന്മാർ അവരുടെ കണ്ണ് ചുമ്മൽ നിർബന്ധമാണ്. വയഹ്ഫദൂ ഫുറൂജഹും, അവരവരുടെ ഗുഹ്യസ്ഥാനങ്ങളെയും സൂക്ഷിച്ചു കൊള്ളട്ടെ, അവന്റെ ലൈംഗിക അവയവങ്ങളെ സൂക്ഷിച്ചു കൊള്ളട്ടെ. എന്തുകൊണ്ടാണ് കണ്ണിനെ സംരക്ഷിക്കാൻ പറയുന്നു? തൊട്ടുടനെ അവന്റെ ഗുഹ്യസ്ഥാനത്തെ ലൈംഗിക അവയവങ്ങളെ സൂക്ഷിക്കാൻ പറയുന്നു? ഇവിടെ ഒരു സൈക്കോളജി ഉണ്ട്. മനുഷ്യന്റെ സൈക്കോളജി ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. പോൾ മക്ലിയൻ എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ് ലിംബിക് സിസ്റ്റം തിയറി എന്ന് പറയുന്ന തിയറി അവതരിപ്പിക്കുന്നുണ്ട്. അതായത് പുരുഷന്മാർക്ക് വിഷ്വൽ ക്യൂസ് ഉണ്ടാവും, സെക്ഷുവലി അറോസ് ചെയ്യുന്ന ചില വിഷ്വൽ ക്യൂസ് ഉണ്ടാവും സ്ത്രീകളുടെ കാര്യത്തിൽ. ഞാനിത് പറഞ്ഞു എന്നതുകൊണ്ട് മാത്രം വിശ്വസിക്കേണ്ട. സൈക്കോളജിയുടെ മറ്റു കാര്യങ്ങളെല്ലാം ഗൂഗിളിലും മറ്റ് ChatGPTയിലും ജെമിനിയിലും എല്ലാം സെർച്ച് ചെയ്തതിനു ശേഷം മനസ്സിലാക്കിയിട്ട് മാത്രം വിശ്വസിച്ചാൽ മതി. ഒരു പുരുഷൻ ഒരു സ്ത്രീയെ കാണുമ്പോൾ അവരുടെ വിഷ്വൽ ക്യൂസ് ആയിട്ടുള്ള സംഭവങ്ങൾ കാണുമ്പോൾ, അതായത് അവർ ആകർഷിപ്പിക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ, എന്തൊക്കെയാണ് ആകർഷിപ്പിക്കുന്ന കാര്യങ്ങൾ? സ്ത്രീയുടെ ശരീരത്തിന്റെ ഷേപ്പ്, അതുപോലെ തന്നെ അവരുടെ മൂവ്മെന്റുകൾ, അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, അവരുടെ ചിരികൾ പോലെയുള്ള കാര്യങ്ങളെല്ലാം അവരെ ആകർഷിക്കുന്നുണ്ടെന്നുള്ളതാണ് സൈക്കോളജിയും പറയുന്നത്. ഒരാളുടെ ഒരു കാര്യം കാണുമ്പോൾ വിഷ്വൽ കോർട്ടെക്സിൽ കാര്യം പതിയുന്നുണ്ട്. അത് അവന്റെ അമിഗ്ഡാല അഥവാ ലിംബിക് സിസ്റ്റം എന്ന് പറയുന്നത് അമിഗ്ഡാല, അതുപോലെ തന്നെ ഹിപ്പോ ക്യാമ്പസ്, ഹിപ്പോ തലാമസ് എന്നെല്ലാം പറയുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ ഈ ഭാഗങ്ങളിൽ ചില ഫങ്ഷൻസ് നടക്കുന്നു. അമിഗ്ഡാലയിലും ഹിപ്പോ തലാമസിലും എല്ലാം ചില ഇമോഷണൽ ആയിട്ടുള്ള ചില കാര്യങ്ങൾ നടക്കുന്നു. അത് അവന്റെ ഡോപ്പമിൻ റിലീസ് ചെയ്യാൻ കാരണമാകുന്നു എന്നും സൈക്കോളജി പറയുന്നു. അഥവാ ഇത് ക്ലിയർലി ബയോളജിക്കലാണ്. ഒരു മനുഷ്യന്റെ ജീവശാസ്ത്രപരമായിട്ട് തന്നെ പുരുഷൻ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ആ രീതിയിലാണ്. എന്നതിനർത്ഥം അവൻ അതിന് വഴിപ്പെടണമെന്നല്ല. ഈ പോരായ്മകൾ പുരുഷന്മാർക്കുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുല്ലിൽ മുഅ്മിനീന, പ്രവാചകരെ അങ്ങ് മുഅ്മിനീങ്ങളോട് പറയുക, യഉല്ലൂ മിൻ അബ്സാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും എന്ന് പരിശുദ്ധമായ സൂറത്തുൽ നൂറിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഇംറുൽ ഖൈസിന്റെ ഒരു കവിതയുണ്ട്. ആരാണ് ഇംറുൽ ഖൈസ് എന്നറിയോ? ഇംറുൽ ഖൈസ് ലൈല മജ്നു എന്ന വിഖ്യാതമായിട്ടുള്ള ആ കഥാപാത്രങ്ങൾ നമുക്കറിയാമല്ലോ. അതിൽ പറയുന്നുണ്ട്, അലം തറ അന്നൽ ഐന ലിൽ ഖൽബി റായിദു
ഫമാ തഅലഫുൽ ഐനാനി ഫൽ ഖൽബു ആലിഫു. അലം തറ അന്നൽ ഐന, നിങ്ങൾക്കറിയൂലേ കണ്ണെന്ന് പറയുന്നത് ഹൃദയത്തിന്റെ റായിദാണ്, നേതാവാണ്. ഹൃദയത്തെ നയിച്ചു കൊണ്ടുപോകുന്നത്, ഹൃദയത്തിനെ ഡ്രൈവ് ചെയ്തു കൊണ്ടുപോകുന്നത് അത് കണ്ണാണ്. ഫമാ തഅലഫുൽ ഐനാനി ഫൽ ഖൽബു ആലിഫു. ഹൃദയമുണ്ടല്ലോ, കണ്ണിനിണങ്ങിയതേ ഹൃദയത്തിന് ഇണങ്ങുകയുള്ളൂ എന്നും ഇബ്നുൽ ഖൈസ് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇബ്നുൽ ഖൈസിന്റെ വാക്ക് വലിയ വേദവാക്യമായി അവതരിപ്പിക്കുകയല്ല. സാഹിത്യത്തിലാണെങ്കിലും സൈക്കോളജിയിലാണെങ്കിലും പരിശുദ്ധമായ മതത്തിലാണെങ്കിലും കണ്ണിനെ സൂക്ഷിക്കൽ അത് അവന്റെ സംരക്ഷണത്തിന് നല്ലതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ് ഉണ്ട്. അന്നളുറു, നോട്ടം എന്ന് പറഞ്ഞാൽ ഇബ്ലീസ് വിഷം പുരട്ടിയ അമ്പ് കൊണ്ട് നെയ്യുന്ന ഒരു അമ്പാണ് നോട്ടമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, വഖുല്ലിൽ മുഅ്മിനാത്തി യഗ്ളുൽന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദ്ന ഫുറൂജഹുന്ന വലാ യുബ്ദീന സീനതഹുന്ന ഇല്ലാ മാ ദഹറ മിൻഹാ എന്ന ആയത്താണ് ശേഷം വരുന്നത്. എന്താണ് ഈ ആയത്തിൽ പറയുന്നത്? സ്ത്രീകളോടും കണ്ണു ചുമ്മാൻ പറയുന്നു, അവരോടും ഗുഹ്യസ്ഥാനം മറക്കാൻ പറയുന്നു. അതോടൊപ്പം തന്നെ വലാ യുബ്ദീന സീനതഹുന്ന, അവരവരുടെ സൗന്ദര്യത്തിൽ നിന്നും വെളിവാക്കരുത്. ഇല്ലാ മാ ദഹറ മിൻഹാ, അതാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇല്ലാ മാ ദഹറ മിൻഹാ, അവരിൽ നിന്നും പൊതുവെ വെളിവാകുന്ന ഭാഗമല്ലാതെ. ഈ ഭാഗത്തെ ചുറ്റിപ്പറ്റിയിട്ടാണ് സ്ത്രീകൾ എന്തെല്ലാമാണ് അവയവങ്ങളാണ് മറക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചർച്ചയിൽ വരുന്നത്. വലാ യുബ്ദീന സീനതഹുന്ന, അവരുടെ സൗന്ദര്യത്തെ എന്ത് ചെയ്യണം? മറക്കണം. ഇല്ലാ മാ ദഹറ മിൻഹ, അതിൽ നിന്നും ദഹറ മിൻഹ വെളിവാകുന്ന ഭാഗങ്ങൾ ഒഴികെ. ഇതിനെക്കുറിച്ച് പണ്ഡിതന്മാർക്കിടയിൽ പല അഭിപ്രായങ്ങളുണ്ട്. ഈ ഇല്ലാ മാ ദഹറ മിൻഹ ഏത് ഭാഗമാണ് മറക്കേണ്ടാത്തത് എന്ന് പറയുമ്പോൾ, അതായത് അവരുടെ വസ്ത്രമാണ്, അവരുടെ വസ്ത്രങ്ങൾ മറ്റുള്ള പുരുഷന്മാർ കണ്ടാൽ കുഴപ്പമില്ല എന്നൊരു അഭിപ്രായം അവിടെ നിൽക്കുന്നുണ്ട്. മറ്റൊരു അഭിപ്രായം എന്ന് പറയുന്നത് അവളുടെ മുഖവും മുൻകൈയും ഒഴികെയുള്ള ഭാഗങ്ങളെല്ലാം അവൾ മറക്കണം എന്നുള്ളതാണ്. ഈ വസ്ത്രം കാണാമെന്ന് പറയുമ്പോൾ ശരീരം മുഴുവൻ അവൾ മറക്കണം, അവൾ വസ്ത്രം കണ്ടാൽ കുഴപ്പമില്ല, അവൾ മറ്റു കാര്യങ്ങൾക്കെല്ലാം പോയിക്കോട്ടെ എന്ന് പറയുന്ന പണ്ഡിത മതം അവിടെ നിൽക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവളുടെ മുഖവും മുൻകൈയും അവൾക്ക് തുറന്നിടാം, മറ്റുള്ള ഭാഗങ്ങളെല്ലാം അവൾ മറക്കണം, തലയും മുടിയും എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം? അവൾ മറക്കണം. അതാണ് ശരീരത്തിൽ അവൾ മറക്കേണ്ട ഭാഗങ്ങളെന്നും പണ്ഡിതന്മാർ ഈ ആയത്തിനെ തുടർന്നിട്ട് കൺക്ലൂഷനിലേക്ക് എത്തുന്നുണ്ട്. രണ്ടഭിപ്രായങ്ങളുണ്ട്. എന്തായാലും ശരീരം മുഴുവൻ മറക്കണമെന്ന അഭിപ്രായമുണ്ട്, മുഖവും മുൻകൈയും ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും മറക്കണമെന്ന അഭിപ്രായവുമുണ്ട്. ഇതിൽ ഏറ്റവും സൂക്ഷ്മതയുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ശരീരം മുഴുവൻ മറക്കണമെന്നുള്ള അഭിപ്രായം തന്നെയായിരിക്കും. എന്നാൽ മറ്റൊരു വശം കൂടി പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. അതേപോലെ മറ്റൊരു ചർച്ചയാണ് സ്ത്രീയുടെ ശബ്ദം ഔറത്താണോ എന്നുള്ളത്. സ്ത്രീയുടെ ശബ്ദം ഔറത്താണോ എന്നുള്ള ചർച്ചയിൽ ഹനഫി ഇമാമിന്റെ അഥവാ ഹനഫിയാക്കളുടെ അഭിപ്രായം ആ ശബ്ദവും ഔറത്താണ് എന്നുള്ളതാണ്. എന്നാൽ ഷാഫി ഇമാമിനെ പോലെയുള്ള മറ്റു മദ്ഹബിന്റെ അഭിപ്രായം സ്ത്രീകളുടെ ശബ്ദം ഔറത്ത് അല്ല എന്നുള്ളതുമാകുന്നു. ഈ സൂറത്ത് നൂറിലെ 31-ാമത്തെ ആയത്ത് വഖുല്ലിൽ മുഅ്മിനാത്തി യഗ്ളുൽന മിൻ അബ്സാരിഹിന്ന എന്ന് പറയുന്ന ആയത്തുണ്ടല്ലോ, ഈ ഒരൊറ്റ ആയത്തിൽ നിന്നും 23ഓളം ഹുക്കുമുകളെ, 23ഓളം മസ്അലകളെ നമുക്ക് കണ്ടെത്താൻ പറ്റുമെന്ന് മഹാനായ ഖുർത്തുബി തങ്ങൾ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്താണ് ഹിജാബ്? എന്താണ് സ്ത്രീ മറക്കേണ്ടത്? ഒരു തട്ടം ഒരു നാടിന്റെ സമാധാനത്തെ പോലും തകർക്കുന്ന ഒരു വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഹിജാബിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. സ്ത്രീയുടെ ശരീരം മറ്റുള്ള പുരുഷന്മാരുടെ കണ്ണിൽ ആകർഷണീയമാണ് എന്ന് നമ്മൾ പറഞ്ഞു. അത് മറക്കൽ സ്വാഭാവികമായിട്ടും സ്ത്രീ ചെയ്യേണ്ട കാര്യമാണ്. സ്വാഭാവികമെന്നല്ല, അതിലപ്പുറം നിർബന്ധമായിട്ടും പുരുഷൻ ആ നോട്ടത്തെ തൊട്ട് തന്റെ കാഴ്ചയെ മറച്ചു വെക്കൽ നിർബന്ധവുമാണ്. അതുകൊണ്ടാണ് ആദ്യം പുരുഷന്മാരോട് കണ്ണ് താഴ്ത്താൻ പറഞ്ഞത്, പിന്നീട് സ്ത്രീകളോട് ശരീരം മറക്കാനും പറഞ്ഞിട്ടുള്ളത്. ഹിജാബൊക്കെ ഒരു പ്രശ്നമായി മാറിയ കാലം നാം ആലോചിക്കേണ്ട സമയമുണ്ട്. സ്ത്രീകളുടെ മാറ് മറക്കാൻ പോലും അനുവാദമില്ലാതെ അതിനുവേണ്ടി സമരം ചെയ്തൊരു കാലമുണ്ടായിരുന്നു. ജാതീയതയും മറ്റു കാര്യങ്ങളെല്ലാം നമ്മുടെ നാട്ടിൽ വളരെ വ്യാപിച്ചൊരു കാലമുണ്ടായിരുന്നു. എത്രയോ ദൂരം വൈമാറി നിൽക്കേണ്ട എത്രയോ ദൂരം വൈതെറ്റി നിൽക്കേണ്ട ഒരു ഏഴച്ചെറുമൻ പോയി തൊപ്പിയിട്ടാൽ ചിത്രം അവനെത്തി ചാരത്തിരുന്നിടാം, ചുറ്റും പേടിച്ചിടേണ്ട നമ്പൂരാരെ എന്ന് കുമാരനാശൻ ദുരാവസ്ഥയിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. അഥവാ ജാതീയതയുടെ മറ്റും പേരില് മതം മാറി വന്ന ഒരാൾക്ക് തൊപ്പിയിട്ട് കഴിഞ്ഞാൽ അവന്റെ ജാതി ഒന്നും പ്രശ്നമല്ലാത്ത രീതി. അതുപോലെ തന്നെ മാറ് മറക്കാൻ അനുവാദമില്ലാത്ത ആളുകൾക്ക് മുസ്ലിമിന്റെ വേഷം ധരിച്ചു വന്നാൽ അതിനും അനുവാദം കിട്ടിയിരുന്ന ഒരു കാലം. ഹിജാബും അതുപോലെ തന്നെ സ്ത്രീയുടെ വേഷവുമെല്ലാം ഒരു വിവാദ വിഷയമായി നിൽക്കുന്ന സന്ദർഭത്തിൽ നാം കാതറിൻ ബുള്ളോക്ക് എന്ന് പറയുന്ന ഒരു കനേഡിയൻ വനിതയെ കുറിച്ച് കൂടി അറിയേണ്ടതുണ്ട്. അതുകൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. കാതറിൻ ബുള്ളോക്ക് 1994 പരിശുദ്ധമായ ഇസ്ലാം സ്വീകരിക്കുന്നത്. അതിനു മുമ്പ് അവർ ക്രിസ്തീയ മതത്തിൽപ്പെട്ട ഒരു വിശ്വാസിയായിരുന്നു. അവര് റീതിങ്കിങ് മുസ്ലിം വിമൻ ആൻഡ് ദ വെയിൽ എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. റീതിങ്കിങ് മുസ്ലിം വിമൻ ആൻഡ് ദ വെയിൽ,
മുസ്ലിം സ്ത്രീയും അവളുടെ മൂട് പതട്ടവും എന്നുള്ള പേരിൽ ആ പുസ്തകം മലയാളത്തിലേക്ക് പരിഭാഷ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ അവർ മുന്നോട്ട് വെക്കുന്ന ഒരു പാശ്ചാത്യ നിർമ്മിതിയെ പൊളിച്ചടക്കുന്ന ചില നിരീക്ഷണം നമുക്ക് കാണാൻ സാധിക്കും. അതിലൊന്ന് പറയുന്നത്, ഈ പാട്രിയാർക്കി പുരുഷാധിപത്യത്തിന്റെ പ്രൊഡക്റ്റാണ്, ഉൽപാദനമാണ് ഹിജാബ്, സ്ത്രീ വേഷം എന്നെല്ലാം ഒരു വെസ്റ്റേൺ നറേഷൻ നിൽക്കുന്നുണ്ട്. അവരതിനെ പൊളിച്ചടക്കുകയാണ്. ഈ ലോകത്ത് പല സ്ത്രീകളും അവൾ സ്വന്തം ഇഷ്ടപ്രകാരം എന്ത് ചെയ്യുന്നുണ്ട്, ഹിജാബും പർദ്ദയും മറ്റു വേഷങ്ങളെല്ലാം ധരിച്ച് എല്ലാം മറച്ച് നടക്കുന്നുണ്ട്. മുഖം മറക്കുന്ന ആളുകളുണ്ട്, മുഖം മറക്കാത്ത ആളുകളുണ്ട്, തല മറക്കുന്ന ആളുകളും അവരിലുണ്ട്. അതെല്ലാം അവരുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്, അല്ലാതെ ഒരു പാട്രിയാർക്കിയുടെ പുരുഷാധിപത്യത്തിന്റെ ഉൽപ്പന്നമായിട്ടല്ല അവർ തലമറക്കുന്നത് പറയുന്നു. മറ്റൊന്ന് എക്സ്പ്രഷൻ ഓഫ് ഐഡന്റിറ്റി. അവരവരുടെ വ്യക്തിത്വത്തെ, അവരവരുടെ ഐഡന്റിറ്റി എന്ത് ചെയ്യാണ്, മുറുകെ പിടിക്കുകയാണ്. ലോകത്ത് ഐഡന്റിറ്റി, വ്യക്തിത്വം എന്ന് പറയുന്നത് വളരെ പ്രധാനമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാകുമ്പോൾ ഒരു സ്ത്രീ അവളുടെ ഐഡന്റിറ്റി ആയിട്ട് ഒരു തട്ടം അല്ലെങ്കിൽ ഒരു ഹിജാബ് അല്ലെങ്കിൽ പർദ്ദ ധരിക്കുന്നുണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാൻ നിങ്ങൾക്ക് എന്താണ് അവകാശം? അത് ആ സ്ത്രീയുടെ ചോയ്സ് ആണ് എന്നുള്ള രീതിയിലും ഇവർ വിഷയത്തെ അവതരിപ്പിക്കുന്നുണ്ട്. പിന്നൊന്ന് കൺസ്യൂമറിസ്റ്റ് കൾച്ചർ, അതിനെ പ്രതിരോധിക്കുന്ന രീതിയിലും ബ്യൂട്ടി മിത്ത്, സൗന്ദര്യ ചില സങ്കല്പങ്ങളെയും അതുപോലെ തന്നെ ഒബ്ജക്ടിഫിക്കേഷനെയും അഥവാ ക്യാപിറ്റലിസം എന്നെല്ലാം പറയുന്ന ചില കാഴ്ചപ്പാടുകളുണ്ടല്ലോ. അഥവാ കമ്പോളത്തിൽ നമുക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകൾക്ക് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉണ്ടാക്കുന്നു പോലെയുള്ള കുറെ സ്ത്രീകളെ ഫോക്കസ് ചെയ്തിട്ട് മാർക്കറ്റുകൾ മാറുമ്പോൾ അതിനെക്കുറിച്ച് കുറെ പഠനങ്ങൾ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ഈ രീതിയിലേക്ക് മാർക്കറ്റുകൾ മാറുമ്പോൾ അതിൽ നിന്നും ഒരു പെണ്ണ് മാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ പെണ്ണിന്റെ മാറി നിൽക്കാനുള്ള സ്വാതന്ത്ര്യത്തെ കൂടി നമ്മൾ വകവെച്ച് കൊടുക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ ഹിജാബ് എന്നുള്ളത് ഒരു വ്യക്തിയുടെ ചോയ്സ് എന്നുള്ള അർത്ഥത്തിൽ ഒരാളെ ഇഷ്ടപ്രകാരം ധരിക്കുകയാണെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാൻ ഒരാൾക്കും അവകാശമില്ല എന്നും ഇവർ പറഞ്ഞു വെക്കുന്നു. ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ഹിജാബ് എന്ന വിഷയം ഇന്ന് ലോകത്ത് വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയപരമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അക്കാദമിക്കലായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ചർച്ച ചെയ്താലും ചർച്ച ചെയ്തില്ലെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പുരുഷന്മാരോട് പറഞ്ഞിട്ടുള്ളത്, മുസ്ലിമീങ്ങളായിട്ടുള്ള പുരുഷന്മാരോട് പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ എന്ത് ചെയ്യണം, കണ്ണ് ചുമ്മണം. ഹറാമിലേക്ക് നിങ്ങളുടെ കണ്ണ് പോകാൻ പാടില്ല. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അതിന് ആദ്യത്തെ കുറ്റം നിങ്ങൾക്കാണ്. അതിനുശേഷമുള്ള ആയത്ത് പറയുന്നു, മുസ്ലിം സ്ത്രീകളോട്, മുഅ്മിനാത്തുകളായ ആളുകളോട് പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ ചുമ്മണം. അതുപോലത്തെ നിങ്ങൾ എന്ത് ചെയ്യുകയും വേണം, നിങ്ങളുടെ സൗന്ദര്യത്തെ മറക്കുകയും വേണം. ഇല്ലാ മാ ദഹറ മിൻഹ, അതിൽ നിന്നും വെളിവാകുന്ന ഭാഗം ഒഴികെ. ഏതാണ് ആ ഭാഗം എന്ന പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതൊന്നും അവരുടെ വസ്ത്രമാണ്. അവൾ വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങിയാൽ അവളുടെ വസ്ത്രം കാണുന്നതിൽ പ്രശ്നമില്ല എന്നുള്ള അഭിപ്രായമുണ്ട്. അഥവാ ശരീരം മുഴുവൻ മറക്കണം എന്നുള്ള അഭിപ്രായമുണ്ട്. അതേപോലെ തന്നെ പ്രബലമായിട്ട് തന്നെ അതേപോലെ തന്നെ നിൽക്കുന്ന മറ്റൊരു അഭിപ്രായമാണ്, സ്ത്രീ മുഖവും മുൻകഴിയും ഒഴികെയുള്ള എല്ലാ ഭാഗങ്ങളും മറക്കണമെന്നുള്ളത്. അഥവാ അവൾക്ക് വെളിവാക്കാൻ അനുവദിക്കപ്പെട്ടിട്ടുള്ള ഭാഗം എന്ന്, അന്യപുരുഷന്റെ മുന്നിൽ വെളിവാക്കാൻ അനുവദിക്കപ്പെട്ടിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത് മുഖവും മുൻകൈയുമാണ്. പ്രശ്നമുണ്ടാകുമ്പോൾ അവിടെ ഒരു പ്രിക്കോഷൻ എടുക്കൽ നമ്മുടെ മേലെല്ലാം നിർബന്ധമായതുപോലെ തന്നെ എന്താണ്, ഇതിൽ ആദ്യം പറഞ്ഞ ശരീരം മുഴുവൻ മറക്കൽ എന്ന ഭാഗത്തിന് ചില പണ്ഡിതന്മാർ ചില പ്രാമുഖ്യം നൽകിയിട്ടുണ്ട് എന്ന കാര്യം കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സോ അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് കാണാം. അതുവരേക്കും വാഹിർ ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.